ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു ഡെവാപ്സ് മലയാളം. അപ്പോൾ നമുക്കത് അൺകമൻറ്റ് ചെയ്യാം. നമുക്ക് ഹെഡർ എല്ലാം തന്നെ ഇരിക്കട്ടെ. അപ്പോൾ നമുക്ക് ആ ഹെഡർ വന്നിട്ടുണ്ട്. ഇനിയുള്ളതാണ് നമുക്ക് ഈ നാവിഗേഷനൊപ്പം നമുക്ക് കുറച്ച് ഡാറ്റ കൂടെ പാസ് ചെയ്യാൻ പറ്റും. അതായത് നമ്മൾ ഈ ഒരു ഹോം സ്ക്രീനിൽ നിന്ന് സെറ്റിംഗ് സ്ക്രീനിലേക്ക് പോവുകയാണ്. അപ്പോൾ നമുക്ക് കുറച്ച് ഡാറ്റയും കൂടെ പാസ് ചെയ്യണം. അപ്പോൾ ഈ ഒരു സ്ക്രീനിലുള്ള എന്തെങ്കിലും ഡാറ്റ നമുക്ക് ഈ സെറ്റിംഗ് സ്ക്രീനിലേക്ക് പാസ് ചെയ്യണമെങ്കിൽ നമ്മളതിനെ പാരംസ് ആയിട്ടാണ് പാസ് ചെയ്യുന്നത്. അതായത് അതെന്ന് പറയുന്നത് നാവിഗേഷൻ ഡോട്ട് നാവിഗേറ്റ്, അതിനുശേഷം നമ്മുടെ സ്ക്രീനിൻ്റെ പേര് സിംഗിൾ കോട്ട്സിൽ കൊടുക്കുക, ഒരു കോമ ഇടുക, ഒരു കേർലി ബ്രാക്കറ്റ് ഓപ്പൺ ചെയ്തിട്ട് നമ്മൾ പാരംസിൻ്റെ പേര് ആദ്യം കൊടുക്കുക, അതിൻ്റെ വാല്യൂ കൊടുക്കുക, അടുത്ത പാരത്തിൻ്റെ പേര് കൊടുക്കുക, അതിൻ്റെ വാല്യൂ കൊടുക്കുക. അങ്ങനെയാണ് പാസ് ചെയ്യുന്നത്. അപ്പം അതിനു വേണ്ടി നമുക്കിവിടെ കോൺസ്റ്റ് നെയിം ഈക്വൽ ടു ഒരു സ്ട്രിങ് കൊടുക്കാം. ഒരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്, അതായത് നെയിം എന്ന് പറഞ്ഞൊരു സ്ട്രിങ് കൊടുത്തിട്ടുണ്ട്. നമുക്ക് ഈ നെയിമിനെ നമ്മുടെ സെറ്റിംഗ് സ്ക്രീനിലേക്ക് പാസ് ചെയ്യണം. അപ്പോൾ അതിന് നമ്മൾ ഇവിടെ വന്നിട്ട് നാവിഗേഷൻ ഡോട്ട് നാവിഗേറ്റ്, ദെൻ നമ്മുടെ സ്ക്രീനിൻ്റെ പേര് കൊടുത്തു, അത് കഴിഞ്ഞ് ഒരു കോമ ഇട്ടു, കേർലി ബ്രേസസ് ഓപ്പൺ ചെയ്തു, ശേഷം നമ്മൾ നമ്മുടെ പ്രോപ്പിൻ്റെ അല്ലെങ്കിൽ പരത്തിൻ്റെ പേര് കൊടുക്കാം. നമുക്ക് ടൈറ്റിൽ എന്ന് കൊടുക്കാം, ടൈറ്റിൽ കോളൻ നെയിം എന്ന് കൊടുത്തു. അതായത് നാവിഗേഷൻ ഡോട്ട് നാവിഗേറ്റ്, സ്ക്രീൻ നെയിം, പരത്തിൻ്റെ നെയിം, അതിൻ്റെ വാല്യൂ ആയിട്ട് നമ്മൾ നെയിം കൊടുത്തു. ഇനി ഇതിനെ നമ്മൾ സെറ്റിങ്സ് പേജിൽ പോയി പക്ഷെ കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഇവിടെ വന്നിട്ട് നമുക്ക് ആ വാല്യൂവിനെ, അതായത് അവിടുന്ന് പാസ് ചെയ്യുന്ന വാല്യൂവിനെ എടുക്കാൻ വേണ്ടി നമ്മൾ അടുത്തൊരു ഹുക്ക് യൂസ് ചെയ്യുന്നുണ്ട്. അതാണ് റൗട്ട് എന്ന് പറയുന്നത്. അപ്പോൾ അത് യൂസ് ചെയ്യാനായിട്ട് കോൺസ്റ്റ് റൗട്ട് ഈക്വൽ ടു യൂസ് റൗട്ട് എന്ന് പറയുന്ന ഒരു ഹുക്ക്, യൂസ് റൗട്ട് എന്ന് പറയുന്ന ഹുക്ക്, അത് നമ്മുടെ നാവിഗേഷനകത്ത് നിന്ന് തന്നെ കിട്ടുന്നതാണ്. ശേഷം നമ്മൾ കോൺസ്റ്റ് ഇവിടെ ഒരു കേർലി ബ്രാക്കറ്റ് ഇടുക, അതിൽ നമ്മുടെ ആ ഒരു പരത്തിൻ്റെ പേര്, നമ്മളെന്തോ ആ പേരിൽ അവിടുന്ന് പാസ് ചെയ്യുന്നത് ടൈറ്റിൽ എന്നല്ലേ. അപ്പം ടൈറ്റിൽ നിന്ന് എടുക്കുക, ഈക്വൽ ടു റൗട്ട് ഡോട്ട് പാരംസ്. നമ്മൾ ആ ഒരു ഏത് പാരംസ് ഒന്ന് കൊടുക്കുക, അതായത് റൗട്ട് ഡോട്ട് പാരംസ്. അപ്പോൾ ആ ടൈറ്റിൽ നമുക്കിവിടെ കിട്ടിയിട്ടുണ്ടോ എന്ന് നോക്കാനായിട്ട് നമുക്ക് ഇവിടെ ഒരു ടെക്സ്റ്റ് കൊടുക്കാം. ഇത് നമ്മുടെ ബട്ടനാണ്, ബട്ടൻ്റെ ടോപ്പിലൊരു ടെക്സ്റ്റ് കൊടുക്കാം. അതിൽ ടൈറ്റിൽ കൊടുക്കാം. അപ്പോൾ നമ്മുടെ ആ ടൈറ്റിൽ വന്നിട്ടുണ്ട്, ഈ ഡെവാപ്സ് മലയാളം എന്നുള്ള ആ ടൈറ്റിൽ വന്നിട്ടുണ്ട്. പക്ഷേ ആ ടൈറ്റിൽ നമ്മളിവിടെ ഇങ്ങനെ ടെക്സ്റ്റായിട്ട് കൊടുത്തിട്ടില്ല. അത് നമ്മൾ കൊടുത്തേക്കുന്നത് നമ്മുടെ ഹോം സ്ക്രീനിലാണ്. ആ ഹോം സ്ക്രീനിൽ നിന്ന് നമ്മൾ നാവിഗേഷനൊപ്പം നമ്മുടെ ടൈറ്റിലിനെ പാസ് ചെയ്യുന്നു. ആ നാവിഗേറ്റായിട്ട് വരുന്ന ആ ടൈറ്റിലിനെ നമ്മൾ റൗട്ട് ഡോട്ട് പാരംസ് എന്ന് പറയുന്ന പ്രോപ്പ് വെച്ച് നമ്മൾ ആ ടൈറ്റിലിനെ ഇവിടെ റീഡ് ചെയ്യുന്നു. ആ റീഡ് ചെയ്ത ടൈറ്റിലിനെ നമ്മളൊരു ടെക്സ്റ്റ് വെച്ച് ഇവിടെ കാണിക്കുന്നു.
ഇനി നമുക്ക് വേറെ ഒരു പ്രോപ്പേഡ് കൊടുക്കാം. ഇതിൽ നമുക്ക് സബ്സ്ക്രൈബേഴ്സ് എന്ന് കൊടുക്കാം. കോൺസ്റ്റ് സബ്സ്ക്രൈബേഴ്സ് ഈക്വൽ ടു 500 എന്ന് കൊടുക്കാം. ഇതൊരു ഇൻറ്റീജർ വാല്യൂ ആണ്. ആയിട്ട് നമുക്ക് ഇവിടെ കോൺസ്റ്റ് സബ്സ്ക്രൈബർ ഈക്വൽ ടു 500 ഉണ്ട്. നമ്മൾ അതുകൂടെ പാസ് ചെയ്യാണ്. സബ്സ്ക്രൈബേഴ്സ് കോളൻ സബ്സ്ക്രൈബർ. അതായത് ഈ നെയിമും അതിൻ്റെ വാല്യൂവും ഡിഫറെൻ്റ് ആണ്. സബ്സ്ക്രൈബേഴ്സ് എന്നാണ് നമ്മൾ പാസ് ചെയ്യുന്നത്. വാല്യൂ എന്ന് പറയുന്നത് സബ്സ്ക്രൈബർ എന്നാണ്. സേവ് ചെയ്തു ശേഷം സെറ്റിംഗ് സ്ക്രീനിൽ വന്നിട്ട് നമ്മൾ സബ്സ്ക്രൈബേഴ്സ് എന്ന് എടുക്കണം. എന്നിട്ട് അത് ടെക്സ്റ്റിൽ കൊടുത്തു. ഇത് നമ്മൾ നാവിഗേറ്റ് ചെയ്ത് നോക്കുകയാണ്. ഇപ്പോൾ നമുക്ക് പേര് വന്നിട്ടുണ്ട്, അതേപോലെ തന്നെ സബ്സ്ക്രൈബറും വന്നിട്ടുണ്ട്. പേരും വന്നിട്ടുണ്ട്, സബ്സ്ക്രൈബറും വന്നിട്ടുണ്ട്. ഇനിയുള്ളതെന്ന് വെച്ചാൽ ഇവിടെ നമ്മൾ ആ പരംസിന് ഒരു ടൈറ്റിൽ കൊടുത്തു, അതിനൊരു വാല്യൂ കൊടുത്തു. നമുക്ക് അത് രണ്ട് സെയിം ആക്കി കൊടുത്തു നോക്കാം. അതായത് നമ്മൾ ടൈറ്റിലിന് പകരം നെയിം എന്ന് തന്നെയാണ് കൊടുക്കുന്നത്. സബ്സ്ക്രൈബറിന് പകരം സബ്സ്ക്രൈബർ എന്ന് തന്നെ പാസ് ചെയ്തു. അപ്പോൾ എന്താ, നമ്മളിവിടെ വന്നതിന് ശേഷം ഇവിടെ ടൈറ്റിൽ നല്ല പാസ് ചെയ്യുന്നു. നമ്മൾ നെയിം എന്ന് തന്നെയല്ലേ, അപ്പോൾ ആ നെയിം എന്ന് തന്നെ എടുത്തു. സബ്സ്ക്രൈബറിന് പകരം സബ്സ്ക്രൈബേഴ്സിന് പകരം സബ്സ്ക്രൈബർ എന്ന് തന്നെ എടുത്തു. ഈ എറർ വന്നത് നമ്മളിപ്പോൾ ടൈറ്റിൽ ഇവിടെ പ്രിൻറ്റ് ചെയ്തേക്കുന്നുണ്ട്. നമ്മൾ ടൈറ്റിലിന് പകരം നെയിം കൊടുക്കുക. ഇപ്പോഴും അത് കറക്റ്റായിട്ടാണ് വർക്ക് ചെയ്യുന്നത്. അപ്പോൾ ഒന്നെങ്കിൽ നമുക്ക് ഈ പരംസ് ഒരു നെയിം വെച്ച് കൊടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ആ സെയിം നെയിമിൽ തന്നെ പാസ് ചെയ്യും, ആ വേരിയബിളിൽ തന്നെ പാസ് ചെയ്യാം. അപ്പോൾ നമ്മളിവിടെ റീഡ് ചെയ്യുമ്പം, അതായത് റൗട്ടിനകത്ത് റീഡ് ചെയ്യുമ്പം ആ സെയിം നെയിം യൂസ് ചെയ്യണമെന്നേ ഉള്ളൂ. ഇനി നമുക്ക് നമ്മുടെ ഈ ലിസ്റ്റ് സ്ക്രീനിൽ നിന്ന് ഒന്ന് നാവിഗേറ്റ് ചെയ്ത് നോക്കാം. അതായത് നമുക്കൊരു കസ്റ്റമർ ലിസ്റ്റ് ഉണ്ട്. അപ്പോൾ ഞാൻ ഈ ഒരു കസ്റ്റമറെ ക്ലിക്ക് ചെയ്യുമ്പം ഈ കസ്റ്റമറുടെ ഡീറ്റെയിൽ കാണിക്കുന്ന ഒരു സ്ക്രീനിലേക്ക് നാവിഗേറ്റ് ചെയ്യണം. അപ്പോൾ അതെങ്ങനെ ചെയ്യുന്നതെന്ന് നോക്കാം. അപ്പോൾ അതിനു വേണ്ടി നമ്മൾ ഒരു പുതിയ സ്ക്രീൻ ആഡ് ചെയ്യണം. അതിൻ്റെ പേരെന്തുവാ, കസ്റ്റമർ ഡീറ്റെയിൽസ് എന്ന് കൊടുക്കാം. .js അതിൽ 1 അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ഡു ലൈക്ക് ആൻഡ് സബ്സ്ക്രൈബ് ഫോർ മോർ വീഡിയോസ്.